ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയ. തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീരുഷതാം തമോന്ധം. സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കമനീയകിശോരമുഗ്ധമൂർത്തേഃ കളവേണുക്കുണിതാദൃതാനനേന്ദോഃ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാപി കാപി കാപി. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യൽകൃപാതമഹം വന്ദേ വാസുദേവം പരം ഗുരും. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീകുമാര ഊചു. യേ മാനവാഃ പാപകൃതസ്തു സർവദാ സദാ ദുരാചാരരതാ വിമാർഗഗാഃ. ക്രോധാഗ്നിദഗ്ധാഃ കുടിലാശ്ച കാമിനഃ സപ്താഹ യജ്ഞേന കലൗ പുനന്തി തേ. സത്യേന ഹീനാഃ പിതൃമാതൃദൂഷകാസ്തൃഷ്ണാകുലാശ്ചാശ്രമധർമ്മവർജിതാഃ. യേ ഡാംഭികാമത്സരിണോപി ഹിംസകാഃ സപ്താഹ യജ്ഞേന കലൗ പുനന്തി തേ. പഞ്ചോഗ്രപാപാശ്ചലഛദ്മകാരിണഃ ക്രൂരാഃ പിശാചാ ഇവ നിർദ്ദയാശ്ച യേ. ബ്രഹ്മസ്വപുഷ്ടാം വ്യഭിചാരകാരിണഃ സപ്താഹ യജ്ഞേന കലൗ പുനന്തി തേ. കായേന വാചാ മനസാപി പാതകം നിത്യം പ്രകുർവന്തി ശഠാഹഠേന യേ. പരസ്വപുഷ്ടാമലിനാ ദുരാശയാഃ സപ്താഹ യജ്ഞേന കലൗ പുനന്തി തേ.
അത്ര തേ കീർത്തയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ തുംഗഭദ്രാതടേ പൂർവം അഭൂൽപത്തനമുത്തമം യത്ര വർണ്ണാസ്വധർമ്മേണ സത്യസൽക്കർമ്മതൽപരാഃ ആത്മദേവപുരേ തസ്മിൻ സർവവേദവിശാരദാം ശ്രൗതസ്മാർത്തേഷു നിഷ്ണാതോ ദ്വിതീയ ഇവ ഭാസ്കര ഭിക്ഷുകോ വിത്തവാൻ ലോകേ തൽപ്രിയാം ധുന്ധുലീ സ്മൃതാം സ്വവാക്യസ്ഥാപികാ നിത്യം സുന്ദരീ സുകുലോത്ഭവാം ലോകവാർത്താരതാ ക്രൂരാ പ്രായശോ ബഹുജൽപികാം ശൂരാച ഗൃഹകൃത്യേഷു കൃപണാ കലഹപ്രിയാം ഏവം നിവസതോഃ പ്രേംണാ ദമ്പത്യോരമമാണയോഃ അർത്ഥാഃ കാമാസ്തയോരാസന്ന സുഖായ ഗൃഹാദികം പശ്ചാദ്ധർമ്മാഃ സമാരബ്ധാസ്താഭ്യാം സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛത സദാ ധനാർത്ഥം ധർമ്മമാർഗേണ താഭ്യാം നീതം തഥാപി ച ന പുത്രോ നാപി വാ പുത്രീ തതശ്ചിന്താതുരോ ഭൃശം ഏകദാ സദ്വിജോ ദുഃഖാൽ ഗൃഹം ത്യക്ത്വാ വനം ഗതം മധ്യാഹ്നേ തൃഷിതോ ജാത തടാകം സമുപേയിവാൻ പീത്വാ ജലം നിഷന്നസ്തു പ്രജാ ദുഃഖേന കരിഷിത മുഹൂർത്താദപി തത്രൈവ സന്യാസീ കശ്ചിദാഗതാം ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോയാത തദന്തികം നത്വാ ച പാദയോസ്തസ്യ നിശ്വസൻ സംസ്ഥിതപുരാ യതിരുവാച കഥം രോദിഷി വിപ്രത്വം കാ തേ ചിന്താബലീയസി വദത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം ബ്രാഹ്മണ ഉവാച കിം ബ്രവീമി കൃഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതം മദീയാഃ പൂർവജാസ്തോയം കവോഷ്ണമുപഭുഞ്ജത്തെ മദ്ദത്തം നൈവ ഗൃഹന്തി പ്രീത്യാ ദേവാദ്വിജാതയ പ്രജാദുഃഖേന ശൂന്യോഹം പ്രാണാംസ്ത്യക്തുമിഹാഗത ധിഗ്ജീവിതം പ്രജാഹീനം ധിഗ്രഹം ച പ്രജാം വിനാ ധിഗ്ധനം ചാനവത്യസ്യ ധിക്കുലം സന്തതിം വിനാ പാല്യതേയാമയാധേനു സാ വന്ധ്യാ സർവഥാ ഭവേൽ യോ മയാരോപിതോ വൃക്ഷ സോപി വന്ധ്യത്തവമാശ്രയേൽ യൽഫലം മൽഗ്രഹായാതം തച്ച ശീഘ്രം വിനശ്യതി നിർഭാഗ്യസ്യാനപത്യസ്യാം കിമതോ ജീവിതേന മേ ഇത്യുക്ത്വാ സരുരോദോച്ചൈഃ തൽപാർശ്വം ദുഃഖപീഡിത തദാ തസ്യ യതേശ്ചിത്തേ കരുണാഭൂൽഗരീയസി തൽഫാലാക്ഷരമാലാഞ്ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യതി പശ്ചാൽ വിപ്രമൂചേ സവിസ്തരം യതിരുവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യത്യജ സംസാരവാസനാം ശൃണു വിപ്രമയാ തേദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ച സന്തതേ സഗരോ ദുഃഖം അവാപാംഗ പുരാ തഥാ രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവഥാ സുഖം ബ്രാഹ്മണ ഉവാച വിവേകേന ഭവേൽ കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത്യജാമ്യഹം പ്രാണാം സ്തുതഗ്രേ ശോകമൂർച്ഛിതാം പുത്രാദിസുഖഹീനോയം സന്യാസശുഷ്ക ഏവ ഹി ഗൃഹസ്ഥഃ സരസോ ലോകേ പുത്രപൗത്രസമന്വിതാം ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീൽ സതപോധന ചിത്രകേതുർഗത കഷ്ടം വിധിലേഖവിമാർജനാൽ നയാസ്യസി സുഖം പുത്രാൽ യഥാ ദൈവഹതോദ്യമ അതോ ഹഠേന യുക്തോ ശിഷ്യാർത്ഥിനം കിം വദാമ്യഹം തസ്യാഗ്രഹം സമാലോക്യ ഫലമേകം സദത്തവാൻ ഇദം ഭക്ഷയ പത്ന്യാ ത്വം തതഃ പുത്രോ ഭവിഷ്യതി സത്യം ശൗചം ദയാദാനമേകഭക്തം തു ഭോജനം വരുഷാവധി സ്ത്രീയാ കാര്യം തേന പുത്രോതി നിർമ്മലം ഇത്യുക്ത്വാ ഏവമുക്തവായയോ യോഗീ വിപ്രസ്തു ഗൃഹമാഗത പത്ന്യാഃ പാണൗ ഫലം ദത്വാ സ്വയം ജാതസ്തു കുത്രചിൽ തരുണീ കുടിലാ തസ്യ സഖ്യഗ്രേ ചരുരോദഃ അഹോ ചിന്താ മമോൽപ്പന്നാ ഫലം ചാഹം ന ഭക്ഷയേ ഫലഭക്ഷേണ ഗർഭസ്യാൽ ഗർഭേണോദരവൃദ്ധിതാം സ്വൽപഭക്ഷം തതോ ശക്തി ഗൃഹകാര്യം കഥം ഭവേൽ ദൈവാൽഘാടീ വ്രജേൽ ഗ്രാമേ പലായേൽ ഗർഭിണീ കഥം സുഖവന്നിവസേൽ ഗർഭാം തം കുക്ഷേ കഥമുത്സൃജേൽ
തിര്യക്ചേദാഗതോ ഗർഭം തദാ മേ മരണം ഭവേൽ പ്രസൂതൗ ദാരുണം ദുഃഖം സുകുമാരീ കഥം സഖേ മന്ദായാം മയി സർവസ്വം നനാംദാ സംഹരേ തദാ സത്യശൗചാദി നിയമോ ദുരാരാധ്യ സദൃശ്യത്തെ ലാളനേ പാലനേ ദുഃഖം പ്രസൂതായാശ്ച വർത്തത്തെ വന്ധ്യാ വാ വിധവാ നാരീ സുഖിനീ ചേതി മേ മതീം ഏവം കുതർക്കയോഗേന തൽഫലം നൈവ ഭക്ഷിതം പത്നിയാ പൃഷ്ടം ഫലം ഭുക്തം ചേതി തയേരിതം ഏകദാ ഭഗിനീ തസ്യാസ്തൽഗൃഹം സ്വയേച്ഛയാഗതാം തദഗ്രേ കഥിതം സർവം ചിന്തയം മഹതീഹി മേ ദുർബലാ തേന ദുഃഖേന ഹ്യനിജേ കരവാണി കിം സാ ബ്രവീൻ മമ ഗർഭോസ്തി തം ദാസ്യാമി പ്രസൂതിതാം താവൽക്കാലം സഗർഭേവ ഗുപ്താ തിഷ്ഠ ഗൃഹേ സുഖം വിത്തം ത്വം മൽപതേരിയച്ഛാം സതേ ദാസ്യതി ബാലകം ഷാന്മാസികോ മൃതോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യമാഗത്യ തേ ഗൃഹേ ഫലമർപ്പയധേന്നു വൈ ത്വം പരീക്ഷാർത്ഥം തു സാമ്പ്രതം തത്തദാചരിതം സർവം തഥൈവ സ്ത്രീ സ്വഭാവതാം അഥ കാലേന സാ നാരീ പ്രസൂതാ ബാലകം തദാ ആനീയ ജനകോ ബാലം രഹസ്യേ ദുന്ധുലീം ദദൗ തയാ ച കഥിതം ഭർത്രേ പ്രസൂത സുഖമർഭക ലോകസ്യ സുഖമുൽപ്പന്നം ആത്മദേവ പ്രചോദയാൽ ദദൗദാനം ദ്വിജാതിഭ്യ ജാതകർമ്മവിധായ ച ഗീതവാദിത്ര ഘോഷോ ഭൂൽ തദ്വാരേ മംഗളം ബഹൂം ഭർത്തുരഗ്രേ ബ്രവീദ്വാക്യം സ്തന്യം നാസ്തി കുചേ മമ അന്യസ്തന്യേന നിർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം മൽസ്വസുശ്ച പ്രസൂതായാമൃതോ ബാലസ്തു വർത്തത്തെ താം ആകാര്യ ഗൃഹേ രക്ഷ സാ തേർഭം പോഷയിഷ്യതി പതിനാതൽകൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്യ ധുന്ധുകാരീതി നാമമാത്രാ പ്രതിഷ്ഠിതം ത്രിമാത്രേ നിർഗതേ ചാഥ സാധേനു സുഷുവേർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം ദൃഷ്ട്വാ പ്രസന്നോ വിപ്രസ്തു സംസ്കാരാൻ സ്വയമാദധേ മത്വാശ്ചര്യം ജനാഃ സർവേ ദിദൃക്ഷാർത്ഥം സമാഗതാഃ ഭാഗ്യോദയോധുനോ ജാതഃ ആത്മദേവസ്യ പശ്യതാം ധേന്വാ ബാലപ്രസൂതസ്തു ദേവരൂപീതി കൗതുകം ന ജ്ഞാതം തദ്രഹസ്യം തു കേനാപി വിധിയോഗത ഗോകർണം തം സുതം ദൃഷ്ട്വാ ഗോകർണം നാമ ചാകരോൽ കിയൽ കാലേന തൗ ജാതൗ തരുണൗ തനയാവുഭൗ ഗോകർണ പണ്ഡിതോ ജ്ഞാനീ ധുന്ധുകാരീ മഹാഖലാം സ്നാനശൗചക്രിയാഹീനോ ദുർഭക്ഷീയ ക്രോധവർദ്ധിത ദുഷ്പരിഗ്രഹകർത്താ ചാശവഹസ്തേന ഭോജനം ചൗരസർവജനദ്വേഷീ പരവേശ്മ പ്രദീപകാം ലാളനായാർഭകാൻ ധൃത്വാ സദ്യ കൂപേന്യപാതയൽ ഹിംസകശസ്ത്രധാരീ ച ദീനാം ധാനാം പ്രപീഡകാം ചാണ്ഡാലാഭിരതോ നിത്യം പാശഹസ്തശ്വസംഗതാം തേന വേശ്യാകുസംഗേന പിത്രിയം വിത്തന്തു നാശിതം ഏകദാ പിതരൗതാഡ്യപാത്രാണി സ്വയമാഹരൽ കൽപ്പിതാ കൃപണ പ്രോചയ്യേ ധനഹീനോരുരോധഃ വന്ധ്യത്വം തു സമീചീനം കുപുത്രോ ദുഃഖദായക ക്വ തിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വ്യപോഹയേൽ പ്രാണാം ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം ഇദാനീന്തു സമാസാദ്യ ഗോകർണോജ്ഞാന തദാനീന്തു സമാസാദ്യ ഗോകർണോജ്ഞാന സംയുതാം ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ അസാര ഖലു സംസാരോ ദുഃഖരൂപീ വിമോഹകാം സുതഃ ധനം കസ്യ സ്നേഹവാൻ ജ്വലതേ നിശം ന ചേന്ദ്രസ്യ സുഖം കിഞ്ചിൽ ന സുഖം ചക്രവർത്തിന സുഖമസ്തി വിരക്തസ്യ മുനേരേകാന്തജീവിന മുഞ്ചാജ്ഞാനം പ്രജാരൂപം മോഹതോ നരകേ ഗതി നിഷ്പതിഷ്യതി ദേഹോയം സർവം ത്യക്ത്വാ വനം വ്രജ തദ്വാക്യം തു സമാകർണ്യ ഗന്ധുകാമ പിതാ ബ്രവീൽ കിം കർത്തവ്യം വനേ താതാ തത്വം വദ സവിസ്തരം അന്ധകൂപേ സ്നേഹപാശേ ബദ്ധ പങ്കുരഹം ശഠ കർമ്മണാ പതിതോ നൂനം മാമുദ്ധരദയാനിധേ ഗോകർണ ഉവാച ദേഹേ സ്ഥിമാം സരുധിരേഭിമതിം ത്യജത്വം ജ്യായാസുതാദിഷു സദാ മമതാം വിമുഞ്ചാം
പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠാം ധർമ്മം ഭജിസ്വ സതതം ത്യജ ലോകധർമാൻ സേവസ്വ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ സേവാകഥാരസമഹോ നിതരാം പിബത്വം ഏവം സുതോക്തിവസതോപി ഗൃഹം വിഹായ ജാതോ വനം സ്ഥിരമതിർഗതഷഷ്ടിവരുഷാം യുക്തോ ഹരേരനുദിനം പരിചര്യയാസൗ ശ്രീകൃഷ്ണമാപ നിയതം ദശമസ്യ പാഠാൽ. ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമദ് ഭാഗവതമാഹാത്മ്യേ ചതുർത്ഥോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം വേദവ്യാസ മഹർഷി പത്മപുരാണത്തിലാണ് ചേർത്തത്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ഭാഗവതം തന്നെ പറയുക അങ്ങനെ വേണ്ട എന്ന് വെച്ചിട്ടാണോ മറ്റൊരു പുരാണത്തിൽ ചേർത്തത് എന്ന് തോന്നും. 6 അധ്യായം കൊണ്ടാണ് ആ മാഹാത്മ്യ കഥ പറയുന്നത്. അതിൽ 5 അധ്യായം ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം, പ്രത്യേകിച്ചും സപ്താഹരൂപേണ വായിക്കുന്നതിൻ്റെ മഹിമ. ഒരധ്യായം അതിൻ്റെ വിധി എന്ന് പറയും. എവിടെ വെച്ച് വായിക്കണം, ആര് വായിക്കണം, ആര് കേൾക്കണം, എങ്ങനെയുള്ളവരാണ് കേൾക്കേണ്ടത് എന്നൊക്കെ, അതിൻ്റെ വ്രതങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഒരധ്യായം കൊണ്ട് പറയണത്. 6 അധ്യായം മുഴുവൻ വായിക്കുക എന്ന് വെച്ചാൽ നമുക്കതിന് സമയം കഷ്ടിയാവും. ആ മൂലം സ്പരിശിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഒരധ്യായം വായിച്ചു. ഭാഗവത മാഹാത്മ്യം പറയാൻ പുറപ്പെടുക എന്നുള്ളത് വലിയ വിഡ്ഢിത്താണ്. കാരണം അത് വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നുള്ളതല്ല. ഏത് കാര്യം പറയുമ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അത് കുറച്ച് അതിശയോക്തിയായിട്ടാണ് അത് പറയുക. എന്നാൽ ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം അതിശയോക്തിയല്ല. ഭാഗവതത്തിൻ്റെ മഹിമ പറയേണ്ടതല്ല, കേൾക്കേണ്ടതുമല്ല വാസ്തവത്തിൽ. എന്നാ എന്തിനാ പറയണത്, എന്തിനാ കേൾക്കണത്? അത് അവനവന് ആസ്വദിച്ചറിയാറാവാനാണ്, അനുഭവവേദ്യമാണ് എന്നർത്ഥം. എങ്കിലും കുറച്ചൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ചൊന്ന് പറയുക ആവശ്യമാണ്. ഇനിയും ആ നിലയ്ക്ക് അല്പനേരം ഭാഗവത മാഹാത്മ്യത്തിൽ പറയുന്ന ആ ഭാഗങ്ങളെ ഒന്ന് ചിന്തിക്കാം. വേദങ്ങൾ, പുരാണങ്ങൾ, ശാസ്ത്രങ്ങൾ, ഇതിഹാസം, ഉപനിഷത്തുകൾ, ഇതുകളെ കൊണ്ടൊക്കെ പ്രതിപാദിക്കുന്ന വിഷയം ഒന്നാണ്. സംസാരത്തിൽ പലതരത്തിലുമുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവന് ആ ദുഃഖങ്ങളെ മുഴുവൻ നശിപ്പിച്ച് നിത്യാനന്ദം അനുഭവിക്കാറാവണം. അതിനൊരു പേര് പറയാ, മോക്ഷം എന്ന് പറയും. മോക്ഷം എന്ന് വെച്ചാൽ മോചനം. പുതുതായിട്ടൊന്നും ഉണ്ടാവാനുള്ളതല്ല മോക്ഷം. മോചനം എന്ന് വെച്ചാൽ ഒരാളെ പിടിച്ച് കെട്ടിയിട്ടിരുന്നു, ആ കെട്ടിൽ നിന്നുള്ള മോചനം. ഇതുപോലെ സംസാര ബന്ധത്തിൽ നിന്ന് ഈ ജീവന് മോചനം കിട്ടല്, ഇതാണ്. അതിനുള്ള മാർഗങ്ങളാണ് ഇതുകളെ കൊണ്ടൊക്കെ പറയണത്. അതിനെന്താ വേണ്ടത് എന്നാണെങ്കിൽ അതിൻ്റെ ചുരുക്കം കണ്ടെടുത്താൽ ആ 5 അധ്യായത്തിൻ്റെ സംഗ്രഹം. ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഈശ്വരനെ സേവിക്കണമെന്ന് തോന്നണം. ഒരു മഹാൻ പറയണ്ടായി, മനുഷ്യനായാൽ 2-3 സംഗതികൾ നമുക്ക് വേണം.
അതില്ലെങ്കിൽ ആ ആള് മനുഷ്യനല്ല. എന്താ അത്? ഒരു ഈശ്വരൻ. ഒരു ഈശ്വരനെ നമ്മൾ വിശ്വസിക്കണം. അപ്പൊ ചോദിക്കും, രണ്ട് ഈശ്വരൻ ഉണ്ടോ എന്ന്? ഇല്ല, ഒന്ന് തന്നെയാണ്. ഒരേ ഒരു ഈശ്വരനെ ഭിന്ന രൂപത്തെങ്കിൽ നമ്മൾ പല രൂപത്തിലും ധ്യാനിക്കാറുണ്ട്. അപ്പൊ ഒരു പിടുത്തം വേണം എന്നർത്ഥം. ആദ്യമായിട്ട് ഈശ്വര വിശ്വാസം. അതുപോലെ തന്നെ ആ ഈശ്വരനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം നമുക്ക് ആദർശമായിട്ട് വേണം. അതിൽ നമ്മളെ വേണ്ട വഴിയിൽ കൂടി മേപ്പെട്ട് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമരക്കാരനായിട്ട് ഒരു ഗുരു. ഈ മൂന്നെണ്ണം ഒരു മനുഷ്യന് വേണം. ഗുരു വേണം, ഈശ്വരൻ വേണം, ഈശ്വരനെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം. ഇനിയിപ്പോൾ നമുക്കൊക്കെ അത് ഏതാ വേണ്ടത് എന്ന് ഞാൻ അധികം പ്രതിപാദിച്ചിട്ട് ആവശ്യമില്ല. നമുക്കൊക്കെ കൂടി ഒരു ഈശ്വരുണ്ട്. തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുപവന പുരേഹന്ത ഭാഗ്യം. ജനാനാം. വില്ലുമംഗലം സ്വാമിയാര് പറയാണ് അദ്ദേഹത്തിന്റെ കർണാമൃതത്തിൽ, വിചിനുത ഭവനേഷു വല്ലവീനാം ഉപനിഷദർത്ഥം ഉലൂഖലേ നിബദ്ധം. വിചിനുത ഭവനേഷു വല്ലവീനാം ഉപനിഷദർത്ഥം. സ്വതേ ഈശ്വരൻ വൈകുണ്ഠത്തിലോ ഓങ്കാരത്തിൻ്റെ ഉള്ളിലോ യോഗി ഹൃദയത്തിലോ ആദിത്യങ്കിലോ ഒക്കെയാണ് ഈശ്വരനെ ഉപാസന ചെയ്യുക. കൃഷ്ണാവതാരം കഴിഞ്ഞതിന് ശേഷം വില്ലുമംഗലം സ്വാമിയാർ പറയാണ്, വേദമാകുന്ന കാട്ടിൽ കൂടിയിട്ട് ഈശ്വരനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലേ പാണ്ഡന്മാരെ, വഴിപോക്കരെ, നമ്മളൊക്കെ ഈശ്വരനെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈശ്വര വിശ്വാസം ഇല്ല എന്ന് ചിലവർ പറയുകയാണെങ്കിൽ അത് തെറ്റാ. ഈശ്വര വിശ്വാസം ഉണ്ട്, ആർക്കും ഉണ്ട്. ഈശ്വര വിശ്വാസം ഇല്ലാതെ കണ്ട ഒരു മനുഷ്യൻ ഇന്ന് ലോകത്തിലില്ല. സുഖം വേണമെന്ന് മോഹമുണ്ടോ? ഈശ്വരില്ല, പോട്ടെ. സുഖിക്കണം, മനസ്സിന് സന്തോഷം വേണം, സുഖാവണം എന്ന് മോഹമുണ്ടോ? ആ മോഹം ഉണ്ടെങ്കിൽ ആ ആള് ഈശ്വര വിശ്വാസിയാ. വേദമാകുന്ന കാട്ടിൽ ഈശ്വരനെ, ഉപനിഷത്തിന്റെ അർത്ഥത്തെ, ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഹേ വഴിപോക്കരെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വില്ലുമംഗലം സ്വാമിയാര് പറയാണ്, എന്താ സ്വാമിയാര്? നിങ്ങൾ ഈശ്വരനെ, ഉപനിഷത്തിന്റെ അർത്ഥത്തെ അല്ലേ അന്വേഷിക്കണത്? അതെ. അദ്ദേഹം അവിടുന്ന് ക്യാമ്പ് മാറിയിരിക്കണു, സ്ഥലം മാറ്റം ഈശ്വരന്. വൈകുണ്ഠത്തില്ലേ? വൈകുണ്ഠത്ത് പോയാലൊന്നും കാണില്ല. അപ്പോൾ അവിടുന്നൊക്കെ സ്ഥലം മാറി. എങ്ങട്ടാ സ്വാമിയാരെ മാറിയത്? ഭവനേഷു വല്ലവീനാം. വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളുടെ വീട്ടിൽ അന്വേഷിച്ചാൽ ഉപനിഷത്തിന്റെ അർത്ഥത്തിനെ കാണാം. ഓഹോ, അപ്പൊ ഈശ്വരൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥാനം മാറുന്നയാളാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് ഗോപികളുടെ ഭവനത്തിൽ എത്തുമ്പോൾ അവിടുന്നും സ്ഥാനം മാറുമോ? ഇല്ല, പേടിക്കേണ്ട, അടുത്ത കാലത്തൊന്നും മാറില്ല. കാരണം അദ്ദേഹം അസ്വതന്ത്രനായിരിക്കുന്നു. ഉപനിഷദർത്ഥം ഉലൂഖലേ നിബദ്ധം. ഒരല്ലുമ്പിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു ഉപനിഷത്തിന്റെ അർത്ഥത്തെ. ഈശ്വരന് അദ്ദേഹത്തിന് പോവാൻ നിവൃത്തിയില്ല. അപ്പൊ അടുത്ത കാലത്തൊന്നും പോവില്ല എന്ന് സ്വാമിയാര് നമ്മളോട് പറഞ്ഞു വന്നു. വൃന്ദാവനത്തിൽ അന്വേഷിക്കൂ ശ്രീകൃഷ്ണനെ, ഈശ്വരനെ, അവിടെയാണ് ഈശ്വരൻ താമസിക്കുന്നത് എന്ന് സ്വാമിയാര് പറഞ്ഞു. അത് കഴിഞ്ഞ് 5000 ചില്ലാനും കൊല്ലം കഴിഞ്ഞു, പോയി, അതൊക്കെ പോയി. ഇപ്പൊ എവിടെയാ ഈശ്വരൻ താമസിക്കുന്നത്? ഉപനിഷത്തിന്റെ അർത്ഥം അത് മേപ്പത്തൂരാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഇനി ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്, ഉപനിഷത്തിന്റെ അർത്ഥത്തെ കാണാൻ വേണ്ടിയിട്ട് പലവരും ഇന്നും വൃന്ദാവനത്തിലും മധുരയിലും ഒക്കെ ഓടി നടക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സൂക്ഷിക്കണേ. പട്ടേരിപ്പാട് പറയാണ്, ഉപനിഷത്തിന്റെ അർത്ഥം അവിടുന്നൊക്കെ പോയിരിക്കണു. ഇനിയിപ്പോൾ അതിനെ ഞാൻ നീട്ടുന്നില്ല, അപ്പൊ നമുക്ക് സമയം അധികം പോകും. അപ്പൊ എങ്ങടാ അദ്ദേഹം താമസം മാറ്റിയത്? ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം.
ജനാനാം. ഓരോ കാലം മാറുമ്പോൾ മാറ്റം വരുമല്ലോ. ഇന്ന് ഈശ്വരനെ കാണെങ്കിൽ ഗുരുവായൂർ പോണം. ഇത് പറഞ്ഞാൽ സംശയം തോന്നും. എല്ലാവരും ഈ ബസ്സിലേക്ക് ആളെ പിടിക്കും പോലെ ഇതെന്താ അത് ഇങ്ങനെ പറയണത് എന്ന് തോന്നും. എൻ്റെ ഗുരുനാഥൻ സാക്ഷാൽ ഭക്തശിരോമണി വാഴകുന്നം പറയാറുണ്ട്, എൻ്റെ ഗുരുവായൂർ കൂത്തമ്പലത്തിന്, എൻ്റെ ഗുരുവായൂർ മതിലകത്തിന് കുറച്ച് വ്യാപതി അധികമുണ്ട് എന്നാണ്. ആ മതിൽ കെട്ടിയതിൻ്റെ ഉള്ളിൽ മാത്രമല്ല എൻ്റെ ഗുരുവായൂർ മതിലകം, പിന്നെയോ വില്ലുവങ്ങലം, മേപ്പത്തൂർ ഭട്ടതിരിപ്പാട്, കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട്, എഴുത്തച്ഛൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാന്മാരുടെ ഒരു ഗുരുവായൂർ മതിലകമുണ്ട്. അതാണ് എൻ്റെ ഗുരുവായൂർ മതിലകം എന്ന് പറയാറുണ്ട്. പോക്കറ്റടിക്കാരും മതിലകത്ത് കാണാറുണ്ട്. അതുകൊണ്ടായില്ല. നമുക്കൊരു അടിസ്ഥാനം വേണം. അതിന് ഗുരുവായൂരപ്പൻ എവിടെ വെച്ച് ചാരത്ത് വന്ന് സേവിച്ചാലും ദൂരത്തിരുന്ന് ഉപാസന ചെയ്താലും അറിയണ ആളാണ് സർവത പാണിപാദന്തൽ സർവതോക്ഷി ശിരോമുഖനായിട്ടുള്ള ഒരു ഗുരുവായൂരപ്പനെ. ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഗുരുവായൂർ മതിലകാണ്. അതാണ് എൻ്റെ ഗുരുനാഥൻ പറയാറുള്ളത്. ആ ഗുരുവായൂരപ്പൻ തന്നെ ഇതാ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നു. മൽഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. എനിക്ക് ആ സന്ധ്യാസമയത്ത് എന്തൊരു സന്തോഷമാണ്, രോമാഞ്ചം വന്നുപോയി. അത്ര സന്തോഷം തോന്നി. ഭക്തജനങ്ങൾ കൂടിയിട്ട് ഭഗവാന്റെ നാമകീർത്തനങ്ങളും ചെയ്ത് ഇങ്ങനെ പ്രദക്ഷിണം വെക്കുക, നാമം ജപിക്കുക എന്ന് വെച്ചാൽ ഇതല്ലേ ഗുരുവായൂർ മതിലകം? ഇത് തന്നെയാണ് നമ്മുടെ ഗുരുവായൂർ മതിലകം. അങ്ങനെയുള്ള ദിക്കിലാണ് സാക്ഷാൽ ഈശ്വരൻ. അങ്ങനെ ഒരു ഈശ്വരൻ നമുക്ക് വേണം. ഒന്ന്, പിന്നെ ആ ഈശ്വരനെ ഉപാസന ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു അവലംബം വേണം, ഒരു ഗ്രന്ഥം. ശ്രീമൽ ഭാഗവതം അതിലുള്ള ഗ്രന്ഥമാണ്. കലികാലത്തിങ്കിൽ ഭാഗവതത്തിനേക്കാൾ ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ല. ധൈര്യം പറയാം. മഹാന്മാരായിട്ടുള്ള ആളുകൾ, അദ്വൈത സിദ്ധാന്തം എഴുതിയതായിട്ടുള്ള ആളുകളും കൂടിയിട്ട് ആ അദ്വൈതത്തെ വലിച്ചെറിഞ്ഞ് ഭാഗവതത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഭാഗവതത്തിൽ അദ്വൈതമുണ്ട്. ഭാഗവതത്തിലെ അദ്വൈതം ഒരു പുതിയ തരത്തിലാണ്. പുതിയ തരത്തിലെന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ഒരു അദ്വൈതം ഉണ്ടോ എന്ന് ചോദിക്കും. മധുസൂദന സരസ്വതി അപാര പണ്ഡിതനായിട്ടുള്ള ഒരാള് അദ്വൈത സിദ്ധാന്തത്തിന് വ്യാഖ്യാനം എഴുതി. സ്വതേ പരമഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ ഉപാസന ശ്രീകൃഷ്ണനാണ്. അദ്വൈതത്തിന് വ്യാഖ്യാനം എഴുതിയ അന്ന് എഴുതി കഴിഞ്ഞു. അദ്ദേഹം പൂജയ്ക്ക് ഇരിക്കുകയാണ്, വളരെ കൃതാർത്ഥനായിട്ട്. എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതാൻ സാധിച്ചല്ലോ, ആ സന്തോഷത്തോടു കൂടിയിട്ട്. പൂജിക്കാൻ അവിടെ ഇരുന്നാൽ ഈ മൂർത്തി ആവാഹന ഉണ്ടല്ലോ, അദ്ദേഹം പൂവും അക്ഷതവും ഒക്കെ കൂടി എടുത്തിട്ട് ആവാഹിക്കാൻ ഭാവിക്കുക. കണ്ണങ്ങോട്ട് ചിമ്മിയപ്പോ തോന്നി മുമ്പിൽ ഇരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കണത്, തന്നെ പൃഷ്ഠം കാണിച്ചുകൊണ്ടാണ് നിൽക്കണത് എന്ന് തോന്നി. ഇതെന്താ, ഞാൻ വിഗ്രഹം മാറി വെച്ചോ? വേഗം കണ്ണു മിഴിച്ചു നോക്കിയപ്പോൾ തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആ വിഗ്രഹം. രണ്ടാമതും കണ്ണീമി ആ വിഗ്രഹം അങ്ങോട്ട് ഇരുന്നിട്ടാ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയണ പോലെ തോന്നി, അങ്ങേക്ക് അദ്വൈതം അല്ലേ? ഞാൻ യശോദയുടെ ഉണ്ണിയാണ്, എന്നെ വേണ്ടല്ലോ. ചോദിക്കുന്ന പോലെയാണ് തോന്നി. അദ്ദേഹം അവിടെ വെച്ചിട്ട് അപാര കവിയാണ്, പാണ്ഡിത്യം മാത്രമല്ല, അവിടെ വെച്ചിട്ട് ഒരു ശ്ലോകം ചൊല്ലി എന്നാണ്. ആ ശ്ലോകം ഇതാണ്: വംശീ വിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബഫലാധരോഷ്ഠാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ
കൃഷ്ണാൽ പരം കിമപി തത്വം അഹം ന ജാനേ. ചുരുക്കതാണ് ഭഗവാനെ, എൻ്റെ അദ്വൈതമുണ്ടല്ലോ, അഖണ്ഡ സച്ചിദാനന്ദ ബ്രഹ്മം നിർഗുണമായിട്ടും നിരാകാരമായിട്ടും നിരഞ്ജനമായിട്ടും ആദിമധ്യ വിഹീനനായിട്ടും ഉള്ളതായിട്ടുള്ള ആ അദ്വൈത സിദ്ധാന്തം, ആ ബ്രഹ്മം, എൻ്റെ ബ്രഹ്മത്തിന് പീലിത്തിരുമുടിയുണ്ട്, ഗോപിക്കുറിയുണ്ട്, 4 തൃക്കൈകളുണ്ട്, തൃക്കൈയിൽ ഓടക്കുഴലുണ്ട്, അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്, പട്ടോണ കൊടുത്തിട്ടുണ്ട്, തൃപ്പാദത്തിൽ പൊഞ്ചിലം പണിഞ്ഞിട്ടുണ്ട്. എൻ്റെ അദ്വൈതം അങ്ങനെയുള്ളതാണ് എന്ന് ആ ശ്ലോകം അങ്ങോട്ട് ചൊല്ലി സ്തുതിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു നിൽക്കണു, തനിക്ക് അഭിമുഖമായിട്ട്. ഇങ്ങനെ ഭഗവാൻ ഭക്തന്മാർക്ക് ദർശനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാന്മാരും കൂടിയിട്ട് ബാക്കിയുള്ളതിനെ മുഴുവൻ വലിച്ചെറിഞ്ഞ് ഈ ശ്രീമദ് ഭാഗവതത്തിങ്കലേക്ക് വരണു. ഭാഗവതത്തിന്റെ മഹിമയാണല്ലോ നമുക്ക് വിഷയം. ഇങ്ങനൊരു ഗ്രന്ഥമില്ല. ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന അദ്വൈത സിദ്ധാന്തത്തെ നമുക്ക് ദഹിക്കത്തക്ക വിധത്തിൽ മാധുര്യത്തോടു കൂടിയിട്ട് അദ്വൈത സിദ്ധാന്തത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ആത്മീയ ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം പോലെ മറ്റൊന്നില്ല. അടുത്ത കാലത്ത് കഴിഞ്ഞതായിട്ടുള്ള മഹാന്മാര്, സാക്ഷാൽ ഭട്ടതിരിപ്പാട്, മേപ്പത്തൂര്, പൂന്താനം, ഭക്തശിരോമണി വാഴകുന്നം, കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട്, ഇങ്ങനെ തെങ്ങിയിട്ടുള്ള മഹാന്മാര് പാണ്ഡിത്യം കൊണ്ടും ശാസ്ത്രാഭ്യാസം കൊണ്ടും അങ്ങേയറ്റത്തെത്തിയവരാണ്. അവർക്ക് മറ്റൊന്നില്ല, ശ്രീമദ് ഭാഗവതല്ലാതെ ഉണ്ട്. അങ്ങനെ പറയാൻ പുറപ്പെട്ടാൽ ഭാഗവത മാഹാത്മ്യത്തിൽ വ്യാസൻ പറഞ്ഞത് നമുക്ക് പറയാൻ ഇടകിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തി ഇതിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. ശ്രീമദ് ഭാഗവതം പോലെ, ശ്രീമദ് ഭാഗവതം കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ സേവിക്കുന്നത് പോലെ നമുക്ക് സകല ശ്രേയസ്സുകൾക്കും കാരണമായിട്ട് മറ്റൊന്നില്ല. മനുഷ്യജന്മത്തിൽ നമുക്ക് എന്താ വേണ്ടത്? ഇഹലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരു സമാധാനം വേണം. നമ്മുടെ ഹൈന്ദവ ശാസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്നത് ജീവന് ഇതിനു മുമ്പേ ഒരു ജന്മമുണ്ടെന്നും ഇനി ഈ ദേഹത്തെ ഉപേക്ഷിച്ചാൽ അടുത്ത ഒരു ജന്മം വേണമെന്നും ആണ്. ഈ ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്, അതിനനുസരിച്ചിട്ടാണ് ഈ ജന്മം കിട്ടണത്. ഇതിന് ഇനി അടുത്ത ജന്മവും കിട്ടണത്. ഈ ഒരു ആശയത്തെ എതിർത്ത് സംസാരിച്ചിരുന്ന ആളുകളും കൂടി അടുത്ത കാലത്ത് ഇതിനെ സമ്മതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുനർജന്മമുണ്ട്. പലതുകൊണ്ടും നമുക്ക് അനുഭവമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. യുക്തി കൊണ്ട്, സയൻസ് കൊണ്ട് നമ്മൾ വളരെയധികം പുരോഗമിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ വയ്യ. പക്ഷെ അധികവും വിപരീത മാർഗത്തിൽ കൂടി പോകുന്നുണ്ടോ, അനാവശ്യത്തിൽ കൂടി പോകുന്നുണ്ടോ? നശീകരണത്തിങ്കിലേക്കാണ് നമ്മുടെ യുക്തിയും ബുദ്ധിശക്തിയും ഇന്ന് ലോകം പ്രതിപാദിക്കുന്നത്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി, ഒരു ഭൂഖണ്ഡം മുഴുവൻ നശിപ്പിക്കാനുള്ള സാമഗ്രികൾ നമ്മൾ കണ്ടുപിടിക്കുക കഴിഞ്ഞു. മനുഷ്യന് ബുദ്ധിയുണ്ടോ ഇല്ല എന്ന് പറയാൻ വയ്യ. പക്ഷേ ഇന്നത്തെക്കാളൊക്കെ അധികം പൂർവികന്മാരായിട്ടുള്ള നമ്മുടെ ആചാര്യന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അവർ കണ്ടുപിടിച്ചതിലേക്ക് നമ്മളെ എത്തിത്തെടുങ്ങണേ ഉള്ളൂ ഒരു നിലയ്ക്ക് നോക്കുന്ന സമയത്ത്. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പുനർജന്മമുണ്ട്. ഇതിന് മുമ്പേ നമുക്കൊരു ജന്മം ഉണ്ടായിരുന്നു. ഈ ജന്മങ്ങളൊക്കെ അവസാനിച്ച് നമുക്ക് നിത്യമായിട്ടുള്ള ഒരു ആനന്ദത്തിൽ, ദുഃഖത്തിന്റെ യാതൊരു കലർപ്പവും ഇല്ലാതെ കണ്ടുള്ള ഒരവസ്ഥയിൽ ഈ ജീവന് എത്തിച്ചേരേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാര് നമുക്ക് ഉപദേശിക്കുന്നത്. അതിനെന്താ വഴി? അതിന് വഴി മറ്റൊന്നുമല്ല, ഈശ്വരനെ സേവിക്കണം. അതുകൊണ്ടേ ആവും. ഭഗവാനെ സേവിക്കണ്ടെന്ന് പാർക്കൂല്ല. പക്ഷേ ഇന്നുണ്ടു ജോലി, ഭഗവത് സ്മൃതി നാളെയാവാം, അങ്ങനെ പോവുകയാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഗുരുവായൂർ പോയി 12 ദിവസം താമസിക്കണം, ഭജിക്കണം, ഒരു മുറ സപ്താഹം കേൾക്കണം. പക്ഷെ ഇനി 2 കൊല്ലം കൂടി ഉണ്ട് പെൻഷൻ പറ്റാൻ. അത് കഴിഞ്ഞാൽ പുറപ്പെടുകയായി. എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു,
അദ്ദേഹം പറയാറുണ്ട്, ഭാഗവതം വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാ. അദ്ദേഹം പറയാറുണ്ട്, പെൻഷൻ പറ്റിയ ഗുരുവായൂരാ താമസം. ഒരു 10 സെന്റ് സ്ഥലം എടുത്ത് അവിടെ ഒരു ബിൽഡിംഗ് പണി ചെയ്ത് താമസാക്കുക. എല്ലാ മാസവും തൊഴിലാൻ വരും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, പെൻഷൻ പറ്റിയ ഗുരുവായൂരിൽ തന്നെ താമസം. അനവധി തവണ പറഞ്ഞിട്ടുണ്ട്. കുറെ കഴിഞ്ഞ പെൻഷനുമൊക്കെ ആയി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഗുരുവായൂർക്ക് തന്നെ കാണാനില്ല. ഒരിക്കലും എവിടെയോ വെച്ച് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഇപ്പം എന്താ കാണാറ് എന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ജോലിയുള്ള സമയത്ത് മാസത്തിൽ ഒരിക്കലെങ്കിലും വരാൻ പറ്റുമായിരുന്നു. അപ്പോൾ ജോലിയൊന്നും ഇല്ലാണ്ട് ആയപ്പോൾ ഒരിക്കലും വരാൻ പറ്റുന്നില്ല. വേണ്ടാച്ചിട്ടല്ല, നമ്മളെ സമ്മതിക്കുന്നില്ല. ഭഗവാനെ സേവിക്കാൻ എന്തോ ഒരു പൂർവ്വവാസന നമ്മളെ തടഞ്ഞു നിർത്തുകയാണ്. അതിനാണ് നമ്മൾ ഒരു പേരിട്ടത് പാപം, വാസന എന്നൊക്കെ പറയും. ഈ പാപം എന്ന് വെച്ചാൽ ഒരു ഉമ്പാച്ചിയൊന്നുമല്ല എന്നർത്ഥം, ഒരു മഹാഭൂതമൊന്നുമല്ല, നമ്മളുടെ ദുസ്വഭാവം എന്നർത്ഥം. ഈ പായ മടക്കി, ഓല കൊണ്ടുള്ള പായ മടക്കി കുറേ കാലം പുകയിട്ട് വെച്ചാൽ പിന്നെ അത് നൂർത്തിയാലും കൈ വിട്ടാൽ പിന്നെയും ചുരുളും. എന്താ അത്? അതൊരു വാസന, അതൊരു സ്വഭാവമായി തീർന്നിട്ടുണ്ട്. ശ്വാനന്റെ വാലമൊക്കെ ഇല്ലേ, എത്ര പിടിച്ചു നൂർത്തിയാലും അത് തീരില്ല. പിടിച്ചു നിർത്തി അങ്ങനെ നിൽക്കും, വിട്ടാൽ പിന്നെ. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരു യക്ഷി ഒരാളെ ബാധിക്കാൻ വന്നു. അപ്പോൾ ഒരു മന്ത്രവാദി പറഞ്ഞതൊക്കെ കേൾക്കണമല്ലോ, അത് യക്ഷിക്ക് നിർബന്ധമാണ്. അപ്പോൾ മന്ത്രവാദി പറഞ്ഞു, തനിക്ക് ഇയാളെ തിന്നുകയല്ലേ വേണ്ടത്, ഒരു കാര്യം ചെയ്താൽ മതി, ഞാനൊരു ജോലി പറയാം, അത് മുഴുവനാക്കിയാൽ ഇയാളെ പിടിച്ച് തിന്നാന്ന് പറഞ്ഞു. ഓ, ഞാൻ എന്ത് ജോലി വേണേൽ ചെയ്യാന്ന് പറഞ്ഞു യക്ഷി. വേഗം ഒരു പട്ടിയെ പിടിച്ച് അടുത്തുകൊണ്ട് വെച്ചു യക്ഷിയുടെ. ഇതിൻ്റെ വാലൊന്നും നൂർത്തി തരക്കടില്ല എന്ന് പറഞ്ഞു. അതാണ് വാസന, നമ്മുടെ ദുർവാസന. സ്വാവിൻ വാലെന്ന പോലെ വളയുമുലകിനെ നേരെയാക്കാൻ പ്രയാസം. നമ്മുടെ ബുദ്ധി, മനസ്സ്, ദുസ്വഭാവം, മഹാപാപം അങ്ങനെയുള്ളതാണ്. ആ പാപവാസനയെ മുമ്പ് നശിപ്പിക്കുക വേണ്ടത്. അത് പോയാൽ, പാപം പോയാൽ ഈശ്വരനെ സേവിക്കണം എന്ന് തോന്നും. ഭഗവാനെ സേവിച്ചു തുടങ്ങിയാലോ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇത് മൂന്നും ഉണ്ടാവും. ജീവന്റെ മോക്ഷമായി. പിന്നെ ഈ സംസാര ദുഃഖത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് നമ്മളിൽ ഉള്ളതായിട്ടുള്ള മാലിന്യങ്ങളും ഉണ്ടല്ലോ, അത് പോയി കിട്ടുക വേണ്ടത്. ഒന്ന്, അത് പോയാ ജയിച്ചു. ഇഹത്തിൽ ഉള്ളതായിട്ടുള്ള ദുഃഖം പോവാനും സകല പാപങ്ങളും തീർന്ന് പരത്തിൽ മോക്ഷം തുടങ്ങിയിട്ടുള്ള സുഖം നിത്യമായിട്ട് നമുക്ക് അനുഭവിക്കാറാവാനും കാരണം ഈ ശ്രീമദ് ഭാഗവതം തന്നെയാണ്. രണ്ടും ഒന്നാണെന്നർത്ഥം. ആനന്ദിക്കാനുള്ളതും ദുഃഖം തീർക്കാനുള്ളതും സാധനം ഒന്നാണ്. ഇതാണ് ഭാഗവതത്തിനൊരു പ്രത്യേകത. അപ്പം നമ്മളൊക്കെ പാപം തീരാൻ കർമ്മവിഭാഗ പ്രായശ്ചിത്തം തുടങ്ങിയിട്ടുള്ളതൊക്കെ വിധിച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട. ശ്രീമദ് ഭാഗവതം പറയുന്നു, നമ്മളുടെ സകല ദുഃഖങ്ങളും ഒരുപാട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ദുഃഖം? ആത്മീയമായിട്ട്, ഭൗതികമായിട്ട്, ദൈവികമായിട്ട് 3 തരത്തിലുള്ള ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങൾ, രോഗം പിടിച്ചിട്ട്, മാനസികമായിട്ടുള്ള രോഗം, ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, ഇത് വന്ന് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഭൗതികമായിട്ട് കൊടുങ്കാറ്റ്, ഇടിമിന്നൽ, അതിവർഷം, ഭൂമി കുലുക്കം, എന്തൊക്കെ ആപത്തുകളാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ മറ്റൊരു വക ദേവകോപം, പിതൃകോപം. ഇതൊക്കെ പഴയ ദേവന്മാർ, നമ്മുടെ കുടുംബത്തിൽ ആരാധിച്ചു പോന്നിരുന്ന ദേവന്മാർ, പഴയ ആളുകൾ സേവിച്ച പോലെ ഇന്ന് സേവിക്കാൻ പറ്റണില്ല ദേവന്മാരുടെ കോപം. അതിൻ്റെ ഇടയിൽ പിതൃക്കൾ തലെടുക്കാൻ തുടങ്ങി. ശ്രാദ്ധകൂട്ടൽ ശരിയാവണില്ല, എനിക്ക് ഗതി വന്നിട്ടില്ല. ഇന്നിപ്പോൾ ലോകത്തിൽ അനുഭവിക്കുന്നതല്ലേ. വാസ്തവത്തിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് ദുഃഖമാണ്. അതിൻ്റെ പിന്നെ അനുഭവം എന്താ നമ്മൾ കാണുന്നത്? രോഗാദികളായിട്ടും കുറ്റഭ്രമമായിട്ടും പലതും രോഗാദി രൂപേണ ജന്മാന്തര കൃതം പാപം വ്യാധി രൂപേണ ജായത. ഇങ്ങനെ അനുഭവിക്കുന്നു മനുഷ്യൻ. ശ്രീമദ് ഭാഗവതം പറയുന്നു, ഈ ശ്രീമദ് ഭാഗവതത്തിന് ഈ വക സകല ദുഃഖങ്ങളെയും തുടച്ചു നീക്കാൻ ഉള്ള കഴിവുണ്ട്.
സാക്ഷാൽ ഭക്തശിരോമണി വാഴവന്നത്തിന്റെ പാട്ടിൽ പറയുന്നു, പ്രാരബ്ധത്തിൻ നൽകാരുത്തും. ഈ പ്രാരബ്ധം നശിപ്പിക്കുക അത് സാധ്യമല്ലാത്തതാണ്. ഏതാ പ്രാരബ്ധം? അനുഭവിച്ചേ തീരൂ. അങ്ങനെയുള്ളതാണ് പ്രാരബ്ധ കർമ്മങ്ങൾ. ശ്രീമദ് ഭാഗവതത്തിന് പ്രാരബ്ധ കർമ്മങ്ങളെ കൂടി നീക്കാനുള്ള കഴിവുണ്ട്. പറഞ്ഞാൽ പലവർക്കും മനസ്സിലാവും. പേര് പറഞ്ഞിട്ട് ആവശ്യമുണ്ടായിട്ടല്ല, എങ്കിലും ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളല്ല, അതുകൊണ്ട് പറയാം. വളരെ ഭാഗവതോത്തമനായിട്ടുള്ള പടപ്പ നമ്പൂതിരി, അങ്കമാലിയാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം. ആ കുടുംബം ഇന്നും ഉണ്ട്. അദ്ദേഹത്തിന് ഒരു ജ്യോത്സ്യനുണ്ട്. അദ്ദേഹത്തിന് ആ ജ്യോത്സ്യൻ നോക്കി പറയണതൊക്കെ ശരിയാ. ഒരു 4-5 ലക്ഷം ഉറുപ്പിക ഒക്കെ നശിപ്പിച്ച്, അതൊക്കെ ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ട്. കച്ചവടം തെടുങ്ങണ്ട, നശിക്കും. ശരി, എന്നാലും ഇയാൾ തെടുങ്ങും, നഷ്ടത്തിൽ അവസാനിക്കും. ഇങ്ങനെ ബാങ്ക് വെച്ചു. 5 പ്രാവശ്യം അദ്ദേഹം ബാങ്ക് നടത്തി. ജ്യോത്സ്യം പറയും വേണ്ട, പൊളിയും. പൊളിഞ്ഞു 5 പ്രാവശ്യം. ആ ജ്യോത്സ്യൻ ഒരിക്കൽ പറഞ്ഞു, അതെ ഇനി ആയുസ് അധികമില്ല. അദ്ദേഹത്തിന് നല്ല ധൈര്യമുള്ളയാളാ. എത്രയുണ്ട്? നമ്മ കവിഞ്ഞ 1 മാസം. തീർച്ചയാണോ? സംശയമൊന്നുമില്ല. ആ ജ്യോത്സ്യം പറഞ്ഞത് അതേവരെ പഴച്ചു കണ്ടിട്ടുമില്ല. അദ്ദേഹം ഒക്കെ കണ്ട് വലിച്ചു പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട്. ഗുരുവായൂർ വന്നു. വിളിച്ചാവുമ്പോൾ മലരുന്നേദ്യം കഴിയുന്നതിൻ്റെ മുമ്പ് വാഗച്ചാർത്ത് കഴിഞ്ഞാൽ മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് കയറും. 8 അധ്യായം ഭാഗവതം അവിടെ ഇരുന്ന് കൊണ്ട് വായിക്കും. അത് കഴിഞ്ഞേ വേറെ ഒന്നുള്ളൂ. ഇങ്ങനെ ഭാഗവത സേവ 2 കൊല്ലം സുഖമായിട്ട് ഗുരുവായൂരപ്പനെ സേവിച്ചുകൊണ്ട്. ജ്യോത്സ്യൻ്റെ തെറ്റീന്നർത്ഥം വാക്ക് പറഞ്ഞത്. നോക്കൂ ഭാഗവതത്തിൻ്റെ കഴിവ്. ഇതെത്ര പറഞ്ഞാലും അവസാനിക്കില്ല. പുരാണത്തിലേക്ക്, വ്യാസന്റെ വാക്കിലേക്ക് നമ്മൾ കടക്കണ്ട. ലോകത്തിൽ അനുഭവമുണ്ട്. ഗുരുവായൂര് 2 ബ്രഹ്മരക്ഷസ് ബാധിച്ചതായിട്ടുള്ള ഒരു നമ്പൂതിരി. യാതൊരു പ്രതിവിധിയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവില്ല. ഏതെങ്കിലും ബ്രഹ്മരക്ഷസല്ല. ഒന്ന് തൻ്റെ മകന്റെ ശരീരത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത ഒരു ബ്രഹ്മരക്ഷസ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചിട്ട് ബ്രഹ്മരക്ഷസായി തീർന്നത്. ഇങ്ങനെ 2 ബ്രഹ്മരക്ഷസ്. എന്താ പ്രതിവിധി ചെയ്തതെന്നോ ഞാൻ കണ്ടതാണ്. കണ്ടത് മാത്രമല്ല ഞാനതിൽ പങ്കുചേർന്നയാളാണ്. സാക്ഷാൽ ഭക്തശിരോമണി വാഴകുന്നം ഗുരുവായൂർ ദണ്ണം പിടിച്ചെടുക്കുന്ന കാലത്ത് ഒരു ദിവസം നട്ടുച്ചയ്ക്ക്, ഈ 70 ചില്ലാന വയസ്സായിരിക്കണം ആ കാലത്ത്, ഊതിയ പറക്കും. അത്രയ്ക്കുള്ള ആരോഗ്യമുള്ളൂ. നട്ടുച്ചയ്ക്ക് ഉച്ചപൂജ തുറന്ന് വിശർപ്പൊലിച്ച് അദ്ദേഹം വെയിലത്തങ്ങനെ വന്ന് വാഴോന്നിൻ്റെ കാക്കൽ വീണങ്ങോട്ട് നമസ്കരിച്ചു. വാഴോന്ന് എന്നെ രക്ഷിക്കണം. കൊളശ്ശേരി എന്ന അദ്ദേഹത്തിൻ്റെ ഇല്ല പേര്. എന്താ കൊളശ്ശേരി ഇങ്ങനെ ഒരു ആപത്ത് വന്നത്? വർത്തമാനമൊക്കെ പറഞ്ഞു. ഇങ്ങനെ 2 ബ്രഹ്മരക്ഷസാണ്. അത്രയേ ഉള്ളൂ, സാരില്ല. പരമാവധി ഇന്നും കൂടി ഉണ്ടാവുകയിരിക്കാം, നാളെ കാണില്ല. വസ്ത്രത്തിൽ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. വാഴൊന്ന് ഈ പറയുന്ന വാക്ക് എനിക്ക് വിശ്വസിക്കോ എന്ന് ചോദിച്ചു. വിശ്വസിക്കാൻ വയ്യാണ്ട് ഞാൻ ദേവരെ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. അങ്ങോട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പോയി. നടന്ന സംഭവ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത്, അദ്ദേഹം ദണ്ണം പിടിച്ചെടുക്കുകയാണ്. വേണ്ട ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ഞാനായിരുന്നു അടുത്ത്. എന്നോട് പറഞ്ഞു, ഉണ്ണി തന്നെ നാളെ മുതൽ ഇവിടെ കാണരുത്. എനിക്കർത്ഥമായില്ല എന്താ അദ്ദേഹം പറയണത് എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംസാര രീതി. ആ മണ്ഡപത്തിൽ പോയി ഇരുന്നിട്ട് ഗുരുവായൂരപ്പനോട് പറയൂ, ഞാൻ പറഞ്ഞിരിക്കുന്നു കൊളശ്ശേരിയുടെ ബ്രഹ്മരക്ഷസിഞ്ഞ് അങ്ങോട്ട് ബാധിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഭാഗവതം സപ്താഹമായിട്ട് ഒരു മുറ, പ്രതിമ ഇല്ല, ആവാഹിക്കലില്ല, ഒന്നുമില്ല. ആ ബ്രഹ്മരക്ഷസിന്റെ ഗതിക്കാണെന്ന് സങ്കല്പിച്ചും കൊണ്ട് മണ്ഡപത്തിലിരുന്ന് ഒരു മുറയങ്ങോട്ട് വായിച്ചു. 8ാം ദിവസം ഈ കൊളശ്ശേരി എന്ന് പറഞ്ഞ ആള് വാഴോന്നിൻ്റെ അടുത്ത് വന്നു, വീണങ്ങോട്ട് നമസ്കരിച്ചു. ഇത്ര ഞാൻ വിചാരിച്ചിരുന്നില്ല ആ വാഴോന്ന് എന്ന് പറഞ്ഞു. കുട്ടിയെ കരഞ്ഞു. പിന്നെ അദ്ദേഹം മരിക്കുന്നത് വരെ ആ ബ്രഹ്മരക്ഷസിന്റെ ഉപദ്രവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇത് ബ്രഹ്മരക്ഷസിന് മാത്രമല്ല ഞാൻ പറയണത്, ഏത് കാര്യത്തിനും നമുക്ക് എന്തൊക്കെ ദുഃഖമാണോ ആ സകല ദുഃഖങ്ങളെയും നശിപ്പിച്ച്
ആനന്ദത്തിൽ നിമഗ്നന്മാരാക്കാനുള്ള ഒരു കഴിവ് ഭാഗവതത്തിനുണ്ട്. തതോ ജയമുദീരയിൽ എന്നാണ് ഭാഗവതത്തിന്റെ വന്ദന ശ്ലോകത്തിൽ ജയം എന്നൊരു ശബ്ദമുണ്ട്. ജയിക്കുക വെച്ചാൽ അഭിവൃദ്ധി, തോൽവിയില്ല. ഭാഗവതത്തിന്റെ പേരാ ജയം. അതായത് സംസാരത്തെ ആ ആള് ജയിച്ചു എന്നർത്ഥ. ഭാഗവതം ഒരാള് കയ്യിലെടുത്താൽ ആ ആള് സംസാര ദുഃഖത്തെ ജയിച്ചു. ഭാഗവതം കയ്യിലുണ്ടെങ്കിൽ പ്രകൃതി ആ ആളെ പിന്നെ ബാധിക്കില്ല. ഒരു മന്ത്രവാദി എഴുതിയിരുന്ന ഒരു ഗ്രന്ഥത്തിലെ ഒരു ഓല, ആ ഓലയുടെ ഒരു കഷ്ണം അത് കയ്യിൽപ്പെട്ട ഒരു കുട്ടിയുടെ അടുത്ത് ഒരു യക്ഷി പിടിക്കാൻ വന്നു. യക്ഷിക്ക് പിടിക്കാൻ നിവൃത്തിയില്ല. ആ കുട്ടിയോട് യക്ഷി പറയാണ്, നിന്റെ കയ്യിൽ തെങ്കികളാണ്. അതെന്താ അത്? ഈ കുട്ടിക്ക് മനസ്സിലായി, ഇത് കളഞ്ഞാൽ യക്ഷി പിടിക്കും, ഞാൻ കളയില്ല എന്ന് പറഞ്ഞു. യക്ഷി വലിയ സ്വരൂപമൊക്കെ കാണിച്ചു, ഞാൻ കളയില്ല. ഓടി. രാത്രി ആയി കഴിഞ്ഞിരിക്കണു. അടുത്താണ് വീട്. വീട്ടിലെത്തി അമ്മയോട് പറഞ്ഞു, അമ്മേ യക്ഷി ഓടി വന്നു, എന്നോട് ഇംഗ്രി കളാന്ന് പറഞ്ഞു. ഞാൻ മണ്ണ് വാരി യക്ഷി തൊടാതെണ്ടിരിക്കാൻ, എന്നിട്ട് യക്ഷി എന്നോട് പറയാണ് ഇംഗ്രി കളയാൻ. ഇംഗ്രി കളയെ അങ്ങനെയുണ്ടോ ഇതൊന്ന്? നീ എവിടുന്ന് മണ്ണെടുത്ത ആ മണ്ണ് എവിടെ? ഞാൻ മുറ്റത്ത് ഇട്ടിട്ടുണ്ട്. ഈ കയ്യിലൊക്കെ പരിശോധിച്ചു. ഒരു ഓലയുടെ കഷ്ണം ആ മണ്ണ് പെട്ടിയിരുന്നു. കിം വാ കൃഷ്ണാംഘ്രി പത്മദ്യുതിഭിരരുണിതം, ഒരു ധ്യാന ശ്ലോകമുണ്ട്. മന്ത്രവാദികൾ ഉപയോഗിക്കുന്ന ഒരു ധ്യാന ശ്ലോകമാണ്. ആ ശ്ലോകത്തിന്റെ കൃഷ്ണാംഘ്രി, കൃഷ്ണാംഘ്രി എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണന്റെ അംഘ്രി എന്ന് അർത്ഥമല്ല അവിടെ. എന്നാലും കൃഷ്ണാംഘ്രീന, ആ കൃഷ്ണാംഘ്രിയില്ല, കൃഷ്ണനും പോയിരിക്കുന്നു, ഇംഘ്രി മാത്രമേ ഉള്ളൂ. ആ ഓല കഷ്ണം കയ്യിൽ വെക്കിയ കാരണം യക്ഷിക്ക് പിടിക്കാൻ തരായില്ല. നാരായണ എന്നുള്ള 4 അക്ഷരം നല്ലോണം പുറപ്പെടാതെ കണ്ട് മരണസമയത്ത് ജപിച്ച അജാമിളനെ, അന്തകനെ അജാമിളനെ പിടിക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ ഈ ശ്രീമദ് ഭാഗവതം മുഴുവൻ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പ്രകൃതിയാകുന്ന യക്ഷി അയാളെ പിന്നെ തൊടുവോ? ഭഗവൻ നാമത്തിനും ഭാഗവതത്തിനുമുള്ളതായിട്ടുള്ള കഴിവ് എത്രയാണ് എന്ന് നമുക്ക് കുറച്ച് നേരമല്ല, കുറച്ച് ദിവസമല്ല, കുറച്ച് കൊല്ലം ഇരുന്ന് പറഞ്ഞാലും അവസാനിക്കുന്നതല്ല. ഭാഗവതത്തിന് ഈ തത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഭാഗവതത്തിൽ ഒരു കഥ പറയണത്. എല്ലാം വന്നു പതില്. ഈ കഥയില് ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് സന്താനം ഉണ്ടായില്ല. വളരെ കാലത്തിന് ധനം ഒരുപാടുണ്ട്, വലിയ സാത്വികനാണ്, വേദവിഹിതങ്ങളാകുന്ന കർമ്മങ്ങൾ ലവലേശം പഴക്കാതെ കൊണ്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പ്രാരബ്ധവശാൽ അദ്ദേഹത്തിന് സന്താനം ഉണ്ടായില്ല. വളരെ യോഗ്യനാണ് ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണ സ്ത്രീ അത്ര പരിശുദ്ധമല്ല സ്വഭാവം എന്നാ പറയുന്നത്. പിന്നെ സ്ത്രീകൾക്ക് നിഷേധിച്ചതായിട്ടുള്ള പല ദുസ്വഭാവങ്ങളും ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. എങ്കിലും ആ ബ്രാഹ്മണനും ബ്രാഹ്മണ സ്ത്രീയും തമ്മിൽ വലിയ യോജിപ്പാണ്. സന്താനം ഉണ്ടായില്ല. അനവധി സൽക്കർമ്മങ്ങൾ, തൻ്റെ സമ്പത്തിന്റെ വലിയ ഒരു ഭാഗം സൽക്കർമ്മത്തിന് വേണ്ടി ചെലവാക്കി. എന്ന പുത്രോ നാപി വാ പുത്രി, ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായില്ല. ബ്രാഹ്മണന് ഒരു നിർവേദം, ഒരു വൈരാഗ്യം വന്നു. സന്താനമില്ലെങ്കിൽ എനിക്ക് എന്തിനാഗ്രഹം, എന്തിനാ ധനം, ഒക്കെ ഒരു വെറുപ്പ് വന്നു. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി. ആ ബ്രാഹ്മണ സ്ത്രീയുടെ സ്വഭാവം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. ബ്രാഹ്മണൻ വൈരാഗ്യം വന്ന് കാട്ടിലേക്ക് പോവാൻ ഭാവിക്കുകയാണ്. ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി വീട്ടിൽ ഇരിക്കുന്നില്ല, എനിക്ക് എന്തിനാ വീട്, എന്തിനാ ധനം, ഒരു സന്താനത്തെ കാണാനുള്ള പുണ്യം ഉണ്ടായില്ലല്ലോ, ഞാൻ വല്ല കാട്ടിലും പോവുകയാണ്. അപ്പൊ ഭാര്യ ചോദിക്കുകയാണ്, തീരുമാനിച്ചു, ഇനി മടങ്ങി വരില്ലല്ലോ. അപ്പൊ എത്ര കേമത്തിയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ബ്രാഹ്മണൻ പോയി, ഞാൻ ആ സ്വഭാവം കാണിക്കാൻ വേണ്ടി മാത്രം അത് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ബ്രാഹ്മണൻ കാട്ടിൽ പോയി അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു നദീതീരത്തിൽ വെച്ച് ഒരു സന്യാസിയെ കണ്ടു. സന്യാസിയോട് തൻ്റെ സങ്കടമൊക്കെ പറഞ്ഞു. അപ്പൊ സന്യാസി നല്ല ഉപദേശം ചെയ്തു നോക്കി. ബ്രാഹ്മണൻ, അങ്ങ് സന്താനം ഉണ്ടാവണമെന്ന് മോഹിക്കണത് എന്തിനാ? സന്താനം ഉണ്ടാവാൻ അല്ല,
സന്താനമുണ്ടായാൽ അതിൽ നിന്ന് അങ്ങക്ക് ഒരു സുഖമുണ്ടാവും. അങ്ങക്ക് സന്താനത്തുമ്മിലല്ല മോഹം, സുഖത്തിങ്കലാണ് അല്ലേ? അതെ, ബ്രാഹ്മണൻ സമ്മതിച്ചു. എന്നാലേ ഈ സന്താനം ഉണ്ടായ കൂട്ടർ ആരെങ്കിലും സുഖമായിട്ടുള്ളവരുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കായിയാണ്. പെട്ടെന്ന് നമ്മൾ പറയും എനിക്ക് സുഖ, എൻ്റെ കുട്ടികൾ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കും, അങ്ങനെയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും. കുറച്ച് നല്ലോണം ഉള്ളിൽ തട്ടി ചിന്തിച്ചു നോക്കും. വടക്കേ മലബാറില് ചിറക്കിൽ കോവിലകത്ത് അന്നത്തെ കാരണവര് രാജാവ് വളരെ യോഗ്യന, സകല പുരാണങ്ങളും നോക്കിയ ഒരാളാണ്, വളരെ ഭക്തനാണ്. അദ്ദേഹം മരിക്കാൻ ഭാവിച്ച് 6 മക്കളുണ്ട്. മരിക്കാൻ ഭാവിക്കുന്ന സമയത്ത് മൂത്ത മകൻ പിന്നെ തലക്കിലിരിക്കുന്നുണ്ട്. തല മൂത്ത മകന്റെ മടിയിലാണ്. ഏകദേശം മരിക്കുന്നു തോന്നി തെരിഞ്ഞപ്പോൾ മൂത്ത മകൻ എന്ത് ചെയ്തു എന്നോ, ഒരാൾ കാക്കലുമുണ്ട്. മൂത്ത മകൻ ഈ രാജാവിൻ്റെ കയ്യുമ്മിൽ ഒരു പവിത്രമോതിരുണ്ട്. അത് കുറച്ച് വില പിടിച്ചതാ, സ്വർണം കുറച്ചുണ്ട്. മുഴുവൻ പവിത്രമാണെങ്കിൽ മകൻ പതുക്കെ അത് ഊരാൻ തെളിഞ്ഞു. എന്താ വെച്ചാൽ താൻ മുമ്പേ തരാക്കിയില്ലേ, മറ്റേയാൾ കൊണ്ടുപോകും. അപ്പൊ അദ്ദേഹത്തിന് സ്വബോധം വിട്ടിട്ടില്ല. മകന്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കി, എടോ ചത്തിട്ട് പോരെ. ഈ മകൻ അച്ഛന് വളരെ ബഹുമാനമുള്ള ആളാണ്, ഈശ്വരനെ പോലെ മാനിക്കുന്ന ഒരാളാണ്. എത്രയായാലും എല്ലാവരും എല്ലാറ്റിനെയും സ്നേഹിക്കുന്നതും എന്ത് ചെയ്യണതും അവനവന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് എന്നർത്ഥം. അല്ലാതെ കൊണ്ട് വേറൊരാളെയോ വേറൊരു വസ്തുവിനെയോ ആരും സ്നേഹിക്കുന്നില്ല. അത് ശുദ്ധ കളവാണ്. ഒരാൾ മരിക്കുകയാണ്, അന്തകൻ വന്നു, ഒരാളോട് പറഞ്ഞു, ചെറുപ്പം 10-28 വയസ്സ്, കല്യാണം കഴിഞ്ഞു, സന്താനാവ് എഴുന്നേരില്ല, ധാരാളം സ്വത്ത്, ബഹു പരിഷ്കാരി, നല്ല വിവരമുള്ളയാള്. ഒരു ദിവസം രാത്രി അന്തകൻ വന്ന് പറഞ്ഞു, അതെ തന്നെ കൊണ്ടുപോകേണ്ട സമയമായിരിക്കുന്നു. അയ്യോ, എനിക്ക് സന്താനം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയും കൂടി ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇപ്പം എൻ്റെ കൂടെ പോരണം എന്ന് പറഞ്ഞു അന്തകൻ. വല്ല വഴിയുണ്ടോ, കുറച്ച് ദിവസം എനിക്ക്. അപ്പോൾ അന്തകൻ പറയാണ്, അല്ല തൻ്റെ ആ ചെറുപ്പവും മോഹങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം. ഒരു കാര്യം ചെയ്യാം, അങ്ങയോടുള്ള ആ ഒരു കരുണ കൊണ്ട് ഞാൻ പറയണതാണ്, അങ്ങയ്ക്ക് പകരം വേറൊരാളെ പറഞ്ഞയച്ചെന്നാൽ മതി. അപ്പം അദ്ദേഹത്തിന് ഓർമ്മ വന്നത് എന്താണെന്നോ, അദ്ദേഹത്തിന് വയസ്സായി ഒരു അമ്മ ഉണ്ട്. ആ അമ്മ പറയാറുണ്ട്, അന്തകനും കൂടി എന്നെ വേണ്ടല്ലോ, ഞാൻ ചാവണില്ലല്ലോ എന്ന് പറയാറുണ്ട് അമ്മ. അമ്മ ഏതായാലും ഒരുങ്ങിയിരിക്കുക. അമ്മയോടൊന്ന് ചോദിക്കാം, അമ്മയെ പറഞ്ഞു വെച്ചാലും മതിയല്ലോ. വേഗം ഇയാൾ എണീറ്റ് ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞ അമ്മ കിടക്കുന്ന റൂമിൻ്റെ അവിടെ ചെന്ന് വാതിൽക്ക് മുട്ടി, അമ്മേ അമ്മേ വിളിച്ചു. എന്താ കുട്ടാ? അമ്മേ അന്തകൻ വന്നിരിക്കുന്നു, എന്നെ കൊണ്ടുപോകാൻ. അയ്യോ കുട്ടാ നോക്കി. അല്ല അമ്മേ, അതിനൊരു വഴി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്തകൻ തന്നെ. അല്ല എനിക്ക് പകരം വേറൊരാളായാലും തൽക്കാലം കഴിച്ചു കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരെയാ പറഞ്ഞയക്കുക? അല്ല അമ്മ പറയാറുണ്ടല്ലോ, എന്നെ അന്തകനും കൂടി വേണ്ടാണ്ട് ആയിന്ന്. എന്നാ അമ്മ പോയാൽ എടാ കോശവ, ഞാൻ ചത്ത് നിനക്ക് സുഖമായിട്ടിരിക്കണം അല്ലേ, നടക്കുമോ ഞാനുള്ളപ്പോ? എന്ത് ചെയ്യും? അപ്പൊ ഭാര്യ പറയാറുണ്ട് പലപ്പോഴും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ 100 തവണ ചാവും എന്ന് പറയാറുണ്ട് ഭാര്യ. എന്നാ 100 തവണയൊന്നും വേണ്ട, ഒരിക്കലെങ്കിലും ചത്താ മതിയായിരുന്നു എന്ന് വിചാരിച്ച് ഇയാൾ വേഗം ഭാര്യയുടെ അടുത്തുനിന്ന് വേഗം വിളിച്ചു. എന്താ? എന്നെ കൊണ്ടുപോവാൻ അന്തകൻ വന്നിരിക്കുന്നു പറഞ്ഞു. ഭാര്യ വാറത്ത് 4 അടിയകട്ട് അടിച്ചു. അയ്യോ ഇനി ഞാനെന്താ? അങ്ങനെ ഒരുപാട് അവലാതി പറഞ്ഞു. നിൽക്കട്ടെ, വഴിയുണ്ട്, നീ കരയാൻ വരട്ടെ, എന്താ എനിക്ക് പകരം വേറൊരാളെ പോയാലും മതിയെന്ന് അന്തകൻ പറഞ്ഞിട്ടുണ്ട്, നീ പോണോ? എനിക്ക് മനസ്സിലായിരിക്കണോ കാര്യമൊക്കെ. കുറച്ച് ദിവസമായി സംശയം തെളിഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞേച്ച് കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ഇരിക്കണമെന്നാ വിചാരിക്കണതല്ലേ, സമ്മതിക്കുമോ ഞാൻ? എന്തിന്? അമ്മയില്ല, ഭാര്യയില്ല, ഒക്കെ പറയാണ്ട്. ആത്മനഃകാമായ സർവം.
ഈ സ്നേഹത്തിൻ്റെ ഒക്കെ ആരും തെറ്റിദ്ധരിക്കരുത്, നീ തമ്മിൽ തല്ലരുത്. ഈ കഥയൊക്കെ കേട്ടിട്ട് അത് ഞാൻ ആദ്യം പറയട്ടെ. അവനവന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ആരും എന്തും ചെയ്യണത്. പുരാണങ്ങൾ വെറുതെ നമ്മളോടൊന്നും പറയുന്നില്ല. എല്ലാം അവനവന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ആ സുഖം സന്താനത്തിങ്കിൽ നിന്ന് സുഖം ഉണ്ടാവുമെന്ന് സംശയം തോന്നുക. എന്നോട് എറണാകുളത്ത് നിന്ന് ഒരു അഡ്വക്കേറ്റ് പറയണ്ടായി, തിരുമേനി എനിക്കോ ഒക്കെ സുഖ, ഒന്നാം തരം ബംഗ്ലാവ് താമസിക്കാൻ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് നോക്കിയാൽ വേറെ ആരും എതിര് വരില്ല, അതിനുള്ള പാണ്ഡിത്യമുണ്ട്. ധാരാളം കേസ് കിട്ടണു. അദ്ദേഹം കഴിഞ്ഞ് വേറെ ആളുടെ അടുത്തേക്ക് പോകും. ഞാൻ അതിനെ പറഞ്ഞു നീട്ടല്ല. അദ്ദേഹം ഒരിക്കൽ പറയാണ്, എനിക്കൊരു ദുഃഖമേ ഉള്ളൂ. എന്താ അത്? എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മാത്രം അയാൾ കേൾക്കില്ല. എന്താ നിവൃത്തിയില്ല. അപ്പൊ എവിടുന്ന് ഇയാൾക്ക് ഈ ദുഃഖം വന്നത്? മകനോടാണ് സ്നേഹമെങ്കിൽ ഇയാൾ എന്തിനു ദുഃഖിക്കണു? മകന് സുഖമല്ലേ വേണ്ടത്? അല്ല, പിന്നെയോ മകനുണ്ടായി ആ മകൻ നന്നായിട്ട് അതുകൊണ്ട് തനിക്ക് സുഖാവുക വേണ്ടത്. ആത്മനാകാമായ സർവം, തൻ്റെ സുഖത്തിനാ. ആ സന്യാസി പറയാണ്, ബ്രാഹ്മണൻ അല്ല, ഇതൊക്കെ എത്ര പറഞ്ഞാലും അവസാനിക്കില്ല, എനിക്ക് അധികം പറയാൻ സമയവുമില്ല. എല്ലാവരും പുത്രങ്കിൽ നിന്ന് സുഖമില്ല, ധനത്തിങ്കിൽ നിന്ന് സുഖമില്ല. എത്ര ധനം ഉണ്ടായിട്ടെന്താ കാര്യം? എൻ്റെ ഒരു സ്നേഹിതൻ കുറച്ചു കാലം മുമ്പ് അനവധി ബോംബെ, മദ്രാസ്, കൽക്കത്ത ഈ 3 ദിക്കിലും അദ്ദേഹത്തിൻ്റെ കമ്പനികളുണ്ട്. എത്രയാ പണം എന്ന് കണക്കില്ല. ഭാര്യ, ഇനി അതുകൊണ്ടൊന്നും അസുഖം എന്ന് വിചാരിക്കാം. ഭർത്താവ് എന്തു പറയുന്നു? ഭർത്താവിനെ ദൈവം പോലെ ഉപാസിക്കുന്ന സേവിക്കുന്ന ഭാര്യ. ഭൃത്യന്മാർ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഒരു സ്ട്രൈക്കൊന്നുമില്ല. അവിടെ എന്ത് ചോദിച്ചാലും അദ്ദേഹം കൊടുക്കും. ഈ മനുഷ്യൻ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു ദുഃഖമില്ല. വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ചാവാൻ തരാവില്ല, കമ്പനിയിൽ വെച്ചിട്ട് ചാവാൻ തരാവില്ല. അയാൾ എന്ത് ചെയ്തു എന്നോ? ആത്മഹത്യക്ക് വണ്ടിയിലിരുന്ന് ആത്മഹത്യ ചെയ്യാൻ നോക്കി. തരായില്ല. എന്തിന്? സുഖം ഇവിടെ ഒന്നുമല്ല, പണത്തിലല്ല, പെരുമയിലല്ല, വീട്ടിലല്ല, ഭാര്യയിലോ ഭർത്താവിലോ അല്ല സുഖം ഇരിക്കുന്നത്. എവിടെയാ സുഖം? അവനവൻ്റെ ഉള്ളില്. ഇവിടെ ഇരിക്കുന്നുണ്ട് സുഖം. പക്ഷേ ആ സുഖപ്പെട്ടി തുറക്കാനുള്ള താക്കോല് നമ്മുടെ ഇല്ല. അത് തുറന്നു നോക്കുക. പണം, പദവി, ഉദ്യോഗം, പ്രഭുത്വം, ഓരോ താക്കോലിട്ട് തുറന്നു നോക്കുക. അതുകൊണ്ടൊന്നും തുറക്കണില്ല. എങ്ങനെയാ പിന്നെ തുറക്കുക? ചുമ്മാ നാമം ജപിക്ക ജനതയെ ജനിയാതിരിപ്പാൻ. ആ ഒറ്റ താക്കോലേ ഉള്ളൂ. അതുകൊണ്ട് ബ്രാഹ്മണൻ അന്ന് വിഷമിക്കണ്ട. സന്യാസി പറയാണ്, ഏതായാലും അങ്ങേക്ക് ഗ്രഹത്തിലുമൊക്കെ വൈരാഗ്യം വന്നില്ലേ, കാട്ടിൽ വരികയും ചെയ്തു, ഈശ്വരനെ സേവിക്കൂ. അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു, സന്യാസി അങ്ങ് ഈ വേദാന്തം പറഞ്ഞ് എന്നെ മയക്കണ സ്ഥാനത്ത് ബ്രാഹ്മണൻ ബുദ്ധിമാനാ, എനിക്ക് സന്താനം ഉണ്ടാവാൻ വല്ല മാർഗവും നിർദ്ദേശിക്കരുത്. എനിക്ക് ഈ വേദാന്തം വലിയ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ. ഓഹോ, ബ്രാഹ്മണൻ അങ്ങക്ക് 7 ജന്മത്തിന് സന്താനം ഉണ്ടാവാനുള്ള യോഗമില്ല, പിന്നെന്തിനാ അതിന്? ഈ എത്താത്ത മുന്തിരിങ്ങയ്ക്ക് എന്തിനാ ചാടണത്? അപ്പൊ ബ്രാഹ്മണൻ ആലോചിച്ചു, എൻ്റെ 7 ജന്മത്തിന്റെ കണക്ക് മുഴുവൻ നോക്കിക്കാണാനുള്ള ദിവ്യദൃഷ്ടി ഉണ്ടെങ്കിൽ ദൈലേറെ പുലിവാല് പിടിച്ചു പോ. ഇയാളെ സമാധാനിപ്പിക്കാൻ പുറപ്പെടാണ്ട് എൻ്റെ പാട്ടിന് പൊഴിയാൻ മതിയായിരുന്നു. ബ്രാഹ്മണൻ ഒരു പഴം സന്യാസി എടുത്തിട്ട്, അദ്ദേഹം ആ സിദ്ധനാണ്, ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തു. അങ്ങയുടെ ഭാര്യയ്ക്ക് കൊടുക്കൂ, സന്താനം ഉണ്ടാവും. ബ്രാഹ്മണന് വളരെ സന്തോഷമായി. ഭാര്യയുടെ കൈ കൊണ്ടു കൊടുത്തു. നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഭാര്യ ആലോചിച്ചു, കാര്യം ബുദ്ധിമുട്ടായി. ഭാര്യയുടെ സ്വഭാവം ലേശമൊന്നും ഞാൻ പറഞ്ഞല്ലോ. ഭാര്യ ആലോചിക്കുകയാണ്, ഈ പഴം തിന്നാൽ ഗർഭം ഉണ്ടാവും, ഗർഭം ഉണ്ടായാൽ വയറ് വീർക്കും, വയറ് വീർത്താൽ നല്ലോണം തിന്നാൻ പറ്റിച്ചാൽ തർക്കമില്ല, വയറ് വീർക്കുകയും ചെയ്യും, തിന്നാനൊട്ട് പറ്റൂല്ല. സ്വൽപ്പ ഭക്ഷം, വല്ല കാച്ചിയ മോരോ പപ്പടം ചുട്ടതോ ഒക്കെ മഹാബുദ്ധിമുട്ട്. ആഹാരം ചുരുങ്ങും, ശരീരം ക്ഷീണിക്കും, ഗൃഹജോലി ഒന്നും വേണ്ടതുപോലെ എനിക്ക് നടത്താൻ വയ്യാതെ ഉണ്ടാവും.
അപ്പോഴാണ് ഭർത്താവ് അദ്ദേഹത്തിന്റെ അനിയത്തിയെ കൂട്ടിക്കൊണ്ടുവരും. അവൾ മുഴുവൻ കട്ടുമുടിക്കും ഇവിടെ വന്നാൽ ഈ സ്ത്രീ വിചാരിക്കുകയാണ്, അതൊന്നും ഞാൻ സമ്മതിക്കില്ല, പഴം തിന്നണ്ട. അപ്പോൾ ഭർത്താവ് പഴം തിന്നില്ല എന്ന് ആക്ഷേപാവില്ലേ, ഒക്കെ കൂടി ശ്വാസം മുട്ടി ചിന്തിക്കാൻ തുടങ്ങി ഈ സ്ത്രീ. അപ്പോഴാണ് ഈ സ്ത്രീയുടെ അനിയത്തി അവിടെ വന്നത്. അനിയത്തിയോട് സങ്കടമൊക്കെ പറഞ്ഞു. അപ്പൊ അനിയത്തി പറഞ്ഞു, ഏടത്തി ഒട്ടും വിഷമിക്കണ്ട, മമ ഗർഭോസ്തി, എനിക്കിപ്പോ ഗർഭമുള്ള സമയമാണ്, 13-ാമത്തെയാ, സന്താനം ധാരാളമുണ്ട്, നോക്കിക്കോളൂ ലോക സ്വഭാവം. ഒരിക്കൽ സമ്പത്തുണ്ട്, സന്താനമില്ല. വേറൊരിക്കൽ സന്താനം അനവധിയുണ്ട്, സമ്പത്ത് ലവലേശമില്ല. ഇങ്ങനെ അല്ലാതെ ഉണ്ട്. യശോദ ഉണ്ണികൃഷ്ണനെ കെട്ടാൻ ഭാവിച്ചപ്പോ 2 വിരല് പോരാണ്ട വന്നില്ലേ, ഇങ്ങനെ 2 വിരല് പോരാതെ ഉണ്ട്. എവിടെയാ ഉള്ളത്? എപ്പോ നോക്കിയാലും 2 വിരല് പോരാ, എവിടെ? ഇതാണ് പ്രകൃതിയുടെ സ്വഭാവം. എന്തിന്? ഈ പഴം അവിടെ പ്രസവിക്കാത്ത ഒരു പശു ഉണ്ടായിരുന്നു, അതിന് കൊണ്ടുപോയി കൊടുത്തു. അനീത്തി പ്രസവിച്ചിട്ട് ആ കുട്ടിയെ കാശ് കൊടുത്ത് മേടിച്ചു കൊണ്ടുവന്നു, ആരും അറിയാണ്ട്. താൻ പ്രസവിച്ചുണ്ടാ പണി കുറെ എടുത്തു, വയറുമൊക്കെ കെട്ടി നടന്ന് എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടോ. അങ്ങനെ ധുന്ധുകാരി എന്നാണ് ആ കാശ് കൊടുത്ത് മേടിച്ച കുട്ടിക്ക് പേരിട്ടത്. നോക്കൂ യോഗം. ആ പശു പഴം തിന്നിട്ട് പ്രസവിച്ചു. അതാണ് ഗോകർണൻ. സകല സൽഗുണങ്ങളുടെയും മൂർത്തിമൽ ഭാവമാണ് ഗോകർണൻ. സകല ദുർഗുണങ്ങളുടെയും മൂർത്തിമൽ ഭാവമാണ് ധുന്ധുകാരി. ഇത് ഏതോ കാലത്ത് നടന്ന കഥയല്ല. ഈ ഗോകർണനും ധുന്ധുകാരിയും നമ്മുടെ ഉള്ളിലുമുണ്ട്. നമ്മൾ ധുന്ധുകാരിക്ക് പഞ്ചാര പായസമൊക്കെ ധാരാളം കൊടുക്കും, ഗോകർണനെ പട്ടിണിക്ക് ഇട്ടിരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള കഥയാണ് വേദവ്യാസ മഹർഷി ചിത്രീകരിച്ച് കാണിക്കുന്നത്. ഈ ധുന്ധുകാരിയുടെ ഉപദ്രവം സഹിക്കവയ്യാതെ കണ്ട് ബ്രാഹ്മണൻ കാട്ടിൽ പോയി ഈശ്വരനെ സേവിച്ച് മോക്ഷം നേടി. അമ്മ കിണറ്റിൽ ചാടി ചത്തു ധുന്ധുകാരിയുടെ. പിന്നെ ഗോകർണനാണ്. അനിയന്റെ സ്വഭാവം എങ്ങനെയാന്ന് കണ്ടപ്പോൾ അദ്ദേഹം പരമസിദ്ധനാണ് ഗോകർണൻ. തീർത്ഥയാത്ര കഴിഞ്ഞിട്ട് പോയി. ഈ ധുന്ധുകാരി അന്യന്മാരുടെ ധനം തട്ടിപ്പറിക്കുക, ആളുകളെ കൊല്ലുക, മദ്യപാനം, വേശ്യാസംഘം, ഇങ്ങനെ അദ്ദേഹത്തിന് ഇല്ലാത്ത ദോഷങ്ങളൊന്നുമില്ല. ഇങ്ങനെ മഹാപാപ കോടികളെ ചെയ്ത് 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 അവസാനത്തെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ കയ്യുകൊണ്ട് ചാവാനും സാധിച്ചു. വെള്ളം കുടിക്കാതെ ഉണ്ടത് എങ്ങനെ? ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുക. കഴുത്തിൽ കയറിട്ട് നോക്കി. അദ്ദേഹത്തിന്റെ വായ ഒളിച്ചപ്പോ ശീല തിരികെ അല്ലാണ്ടായത്. ചട്ടുകം പഴുപ്പിച്ചിട്ട് അത് കുത്തി തിരികെ കൊടുത്തു. വായ കൂടിയല്ല, ചെവി കൂടി, മൂക്ക് കൂടി. അഗ്നിജ്വാല അതിതപ്പതേന. ഇങ്ങനെ അദ്ദേഹത്തിന്റെ മരണം. ചൂട് സഹിക്ക വയ്യാതെ കണ്ട് പടഞ്ഞ് 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 ചാവുക എന്ന് നമ്മൾ പറയാറില്ലേ? എന്നാൽ അങ്ങനെ ഉണ്ടായത്. മഹാൻ പ്രേതോ ബഭൂവ. ഇങ്ങനെ ദുരിതം ചെയ്ത് അപമൃത്യു ആവുക കാരണം വലിയ ഒരു പ്രേതമായി തീർന്നു. ഒരു ബ്രഹ്മരക്ഷസ് ഭയങ്കരാണ്. നാട്ടുകാർക്ക് ഇരിക്കപ്പുറത്തില്ലാതെ ഉണ്ടായി. പല മന്ത്രവാദികളും ബ്രഹ്മരക്ഷസിനെ ആവാഹിച്ചു കൊണ്ടുപോകാൻ നോക്കി. വന്ന മന്ത്രവാദികളൊക്കെ ആട്ടിക്കൊണ്ട് ഓടിയിരിക്കുന്നു. ആരുമില്ല. പകല് സന്ധ്യയ്യ ബ്രഹ്മരക്ഷസിനെ അങ്ങനെ കാണും ആളുകൾ. പകലൂണ് കഴിച്ച ആളുകൾ കടന്നുറങ്ങും. അങ്ങനെയായി ആ ഗ്രാമത്തില്. അപ്പോഴാണ് നമ്മുടെ ഗോകർണൻ അവിടെ വന്നത്. ധുന്ധുകാരി പ്രേതത്തിന്റെ അടവൊന്നും ഗോകർണന്റെ അടുത്ത് പറ്റിയില്ല. ഇതൊക്കെ കണ്ടാൽ പേടിക്ക് ആരാന്നുണ്ടോ? ഈശ്വരനെ ഉപാസന ചെയ്യാത്തവർക്ക് ഭയമുള്ളൂ പ്രേതത്തിനെയൊക്കെ. ഗുരുവായൂരപ്പനെ സേവിക്കുന്നവർക്ക് പ്രേതത്തിനെ ഭയപ്പെട്ടിട്ട് ആവശ്യമില്ല. അവരെ പ്രേതം പിടിക്കാൻ വന്നാൽ പ്രേതത്തിനും കൂടി ഗതി കിട്ടിയെന്ന് വരും. അത്രയേ ഉള്ളൂ.